Assam is near. Now I am feeling I am in Assam. Fully bike le rock I am taking video for YouTube. അതിൽ വിൻഡോ ഇല്ല, എല്ലാം അടിച്ച് പൊട്ടിച്ച് തറയിലിട്ടിരിക്കുക. രാവിലെ മ്യൂസിലി കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. സോ ഫുഡ് കഴിക്കാൻ വന്നതാ. ടോട്ടലായിട്ട് 100 രൂപ ആയിട്ടുണ്ട്. തിരിച്ചും ഇവിടെ ഉണ്ട് തന്നെ 4 മണിയാകുമ്പോൾ ഡിന്നർ കഴിച്ചായിരുന്നു. 4 മണിക്ക് ഡിന്നർ കഴിച്ചു. എല്ലാവർക്കും വണക്കം. ഞാൻ ഇപ്പോൾ ഉള്ളത് NJP സ്റ്റേഷനിലാണ്, ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷൻ. ഇത് നമ്മളുടെ വെസ്റ്റ് ബംഗാളിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഡാർജിലിംഗ് പോകാനും സിക്കിം പോകാനും ഒക്കെ ഇവിടെ നിന്ന് എളുപ്പമാണ് ഈ സ്റ്റേഷനിൽ നിന്ന്. സോ ഈ സ്റ്റേഷനിൽ രാവിലെ 4 മണിക്ക് എത്തിയായിരുന്നു ഞാൻ ട്രെയിനിൽ വന്ന്. ഞാൻ വന്നത് MGR ചെന്നൈ സെൻട്രൽ ടു NJP സ്റ്റേഷനാണ്. ഓക്കെ, സോ ഇതിനൊക്കെ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. സോ ഇവിടെ വന്ന് 4:30 ട്രെയിൻ എത്തിയായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വാഷ്റൂമൊക്കെ പോയി റെഡിയായി. ഇനി ഇവിടെ നിന്ന് ആസാം പോകാനുള്ള പ്ലാനാണ്. ബട്ട് അറിയത്തില്ല. 2-3 ട്രെയിൻ നോക്കിയായിരുന്നു, 2-3 ട്രെയിൻ വന്നായിരുന്നു, പോയായിരുന്നു. ബട്ട് അതുകൊണ്ട് സീറ്റില്ല ജനറൽ കോച്ചിൽ. ഫുൾ തിരക്കാണ്. എല്ലാവരും ഗൗഹത്തി പോകാനുള്ള ആൾക്കാർ അണ്ടർസോളിൽ കയറിയിട്ടുണ്ട്. ട്രെയിൻ ഫുള്ളായിട്ട് പാക്കിലാണ് വരുന്നത്. ഇവിടുന്ന് ഒരു 500 കിലോമീറ്റർ എന്തോ ഉണ്ട് ഗൗഹാത്തിന്ന്, ആസാമിൻ്റെ ക്യാപിറ്റൽ. സോ നോക്കാം, ഗൗഹാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലം പോകണം. ബട്ട് എങ്ങനെ പറയാം, വേറെ സ്ഥലത്ത് പോകണമെങ്കിലും ഗൗഹാത്തി ക്രോസ് ചെയ്ത് തന്നെ പോകണം. സോ ഫുൾ തിരക്കായി തന്നെ ഇരിക്കും ജനറൽ കോച്ചും. സോ അതാണ് നോക്കുന്നത്. എന്തെങ്കിലും ട്രെയിനിൽ സീറ്റ് കിട്ടിയാൽ കയറണം, കയറിപ്പോകണം. സോ ഫൈനലി ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. ഇവിടെ നിന്ന് NJPയിൽ നിന്ന് ഗുവാഹത്തി പോകുന്ന ട്രെയിനാണ്. അണ്ടർസോളിലാണ് ഉള്ളത്. ബട്ട് തിരക്കൊന്നുമില്ല, സീറ്റൊക്കെ ഉണ്ട്. സോ ഇവിടെ നിന്ന് ഈ ട്രെയിന് 4:30 റീച്ച് ആവും. ആക്ച്വലി ഇത് ഇന്നലെ 10 മണിക്ക് വരാനുള്ള ട്രെയിനാണ് NJPയിൽ. ബട്ട് 10 മണിക്കൂർ ഡിലേ ആയി. ഇന്ന് രാവിലെ 8 മണിക്ക് വന്നു ഈ ട്രെയിന്. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. ഈ ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷനിൽ വരുന്ന കുറേ ട്രെയിനൊക്കെ ഭയങ്കര ലേറ്റാണ് ടൈം ഡിലേ എന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂറല്ല, 4 മണിക്കൂർ, 5 മണിക്കൂർ. ഈ ട്രെയിൻ 10 മണിക്കൂർ ഡിലേയാണ്. സോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പോൾ ഒരു പിടിയില്ല. എമർജൻസിക്ക് പോകുന്ന ആൾക്കാർ, ഇല്ല വീട്ടിലെന്തെങ്കിലും പോകുന്ന ആൾക്കാർ എമർജൻസി ആയിട്ട്. ശരിക്കും പറയാൻ പോയാൽ അതിൽ വിൻഡോ ഇല്ല, എല്ലാം അടിച്ച് പൊട്ടിച്ച് തറയിലിട്ടിരിക്കുക. അതേ കണക്കിന് ഇവിടെ തന്നെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ കമ്പിയൊക്കെ ഉള്ളതാണ്. ഇവിടെ കമ്പീൻ്റെ തുളയൊക്കെ ഉണ്ട്. ബട്ട് ഇതിൽ കമ്പിയില്ല, ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ നിലവ ഇതാണ്. കൊള്ളാമല്ലോ. സോ ഫൈനലി ഗൗഹാത്തി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ. ട്രെയിൻ ഭയങ്കര ഡിലേ ആണ്, 12 hours ഡിലേ ആണ് ട്രെയിന്. സോ 12 hours ഡിലേയിൽ എങ്ങനെയോ എത്തി ഗൗഹാത്തി, ആസാമിൻ്റെ ക്യാപിറ്റൽ. സോ ഇവിടെ നിന്ന് ആദ്യം ഫുഡ് കഴിക്കണം, പുറത്ത് പോയി കട തപ്പിപ്പോവുക. എവിടെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ കട. ഇവിടെ ഉള്ള ആൾമോസ്റ്റ് എല്ലാ ട്രെയിനും ഡിലേ ആണ്.
കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 12 hours, 10 hours, 9 hours ഒക്കെ ഡിലേ ആണ് ട്രെയിനൊക്കെ. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. പിന്നെ അകത്ത് നടക്കാൻ സ്ഥലമില്ല, അമ്മാത്രം തിരക്കാണ് ആൾക്കാരുടെ. മെയിൻ കാരണം ട്രെയിൻ ഡിലേ ആയതാ. സോ ഫുഡ് കഴിക്കാൻ വന്നതാ. ടോട്ടലായിട്ട് 100 രൂപ ആയിട്ടുണ്ട്. ഇവിടെ ഫുഡ് റെഡി ആക്കിയിട്ടിരിക്കുക. ഒരു ആലു പൊറോട്ടയും പിന്നെ തന്തൂർ റൊട്ടിയും. പെട്ടെന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം. നല്ല രീതിയിൽ കഴിക്കണം ആദ്യം ഫുഡ്. ഭയങ്കര വിശപ്പാണ്. സോ ഗുവാഹത്തി സ്റ്റേഷനിൽ അകത്ത് കയറുമ്പോൾ വാളാർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിലും ഈ ട്രഡീഷണൽ അവൻ്റെ ട്രഡീഷണൽ കൾച്ചേഴ്സ്, പിന്നെ ട്രഡീഷണൽ ഡ്രസ്, സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലായി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയായിരുന്നു. ഫ്രഷപ്പായി, കുളിച്ചില്ല, വാഷ്റൂം പോയി പല്ലൊക്കെ തേച്ചായിരുന്നു. സോ ഇന്നലെ പ്ലാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനാണ്. ബട്ട് അത് നടന്നില്ല. ട്രെയിൻ ലേറ്റായി. അവൻ പിന്നെ നൈറ്റ് ഡ്യൂട്ടിയാണ്, അവൻ ഡ്യൂട്ടിക്ക് പോയി. സോ ആ പ്ലാൻ ക്യാൻസലായി. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തായിരുന്നു. സോ ഇന്ന് രാവിലെ അവൻ ലൊക്കേഷൻ അയച്ചായിരുന്നു എങ്ങോട്ട് പോകണം, ഏത് ബസ് കയറണമെന്ന്. സോ ഇവിടെ നിന്ന് മെയിൻ റോഡിൽ പോവുക. സോ മെയിൻ റോഡിലുണ്ട്, നോക്കണം ലിഫ്റ്റാണോ ഇല്ല ബസ്സാണോ. സോ രാവിലെ മ്യൂസിക് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. സോ വഴി തെറ്റിപ്പോയി. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് ഗേറ്റിലോട്ടാണ് പോകാനുള്ളത്. ഞാൻ ഫ്രണ്ട് ഗേറ്റിൽ ഇറങ്ങി പകുതി ദൂരെ നടന്നു വന്ന്. സോ തിരിച്ച് ബാക്ക് ഗേറ്റ് കയറി ഇറങ്ങി സ്ട്രൈറ്റ് പോയാൽ എത്താം. സോ അടുത്തൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയായിരുന്നു. താങ്ക് യു. നേരെ ബാഗ് ഇതൊരു പുള്ളി ലിഫ്റ്റ് തന്നായിരുന്നു. ബാഗ് എടുത്തിട്ട് എനിക്ക് ആസാം ഗുവാഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ മോഡി പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആയിരിക്കും. സോ ഈ പുള്ളി പറയുന്നത് എന്തെന്നാ, ഈ പുള്ളി ആസയിലോട്ട് തന്നെ പോകുന്നുണ്ട്, ക്യാമ്പ്സ് വില്ലേജിലോട്ട്. സോ പുള്ളി ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തായിരുന്നു. ടേക്കിംഗ് വീഡിയോ ഫോർ യൂട്യൂബ്. പിന്നെ കാറിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കാം എന്താവുന്നുണ്ടെന്ന് നോക്കാം. ഈ പുള്ളി ടീ ഒക്കെ ഓഫ് ചെയ്യും. തമിഴ്നാട് na? Yeah, തമിഴ്നാട്. In which place? കന്യാകുമാരി, the last. Oh, Kanyakumari. Yeah. So black tea offer ചെയ്യുവാണ്. Thank you. കാറിൽ പോവാണ്. That's no issue. It's not dirty.
बड़ा विलेज है. Now I am feeling I am in Assam. Good. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏതോ ഒരു സ്ഥലത്തിലാണ്. പമ്പ് സെറ്റൊക്കെ ഉണ്ട്, കൈ കൊണ്ടടിക്കുന്നത്. ബട്ട് ഇത് അടിയിലില്ല, വേറെ എവിടെയോ അതിൻ്റെ കണക്ഷൻ വേറെ എവിടെയോ ഉണ്ട്. ഫുള്ള് ഉറക്കത്തിലാണ്. ഇതിലേക്ക് നന്നായിട്ട് ഉറങ്ങി. ബട്ട് ഇരുന്ന് ടയർഡായിട്ടുണ്ട്. കുളിച്ചായിരുന്നു. കുളിച്ചതിൻ്റെ ശേഷം ഉറക്കം വരുന്നുണ്ട്. അറിയത്തില്ല എന്താണ്. ഈ കലണ്ടറിൽ ഫുള്ളായിട്ട് ആസാമീസ് ലാംഗ്വേജിലാണ് ഉള്ളത്. ലെറ്റേഴ്സൊക്കെ ആസാമീസ് ലാംഗ്വേജിലാണ്. താങ്ക് യു. You want to say hi? ഇതാണ് സിമൻറ്റോ. ഇവൻ്റെ പേരാണ് സിമൻറ്റോ. ചായയും ഒരു ലഡു എന്തോ ഒരു ലഡു കഴിക്കാൻ പോണ്. നമ്മളുടെ നാട്ടിലെ ഭയങ്കര സ്വീറ്റായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അത്ര സ്വീറ്റ് ഉണ്ടില്ല. സിമൻറ്റോൻ്റെ വീട്ടിൽ വന്നിരിക്കുക. സോ ഇത് കാണുന്നതാണ് വീട്. ഇതാണ് ഇവിടെ വീട്ടിൻ്റെ പുറത്ത് നമ്മളുടെ റൈസിൻ്റെ ഇത് ഉണക്കായിട്ടിരിക്കുക. എൻ്റെ ക്ലിയറായിട്ട് അറിയത്തില്ല, പേടിയിലാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് റൈസ് ഉണ്ടായിരിക്കും. കൊള്ളാം, പ്രോപ്പർ വില്ലേജാണ്. പിന്നെ ഇവിടെ വേറൊരു ഇതും കണ്ടായിരുന്നു. ഈ നമ്മളുടെ സാരിയൊക്കെ ചെയ്യാനില്ലേ, അതിൻ്റെ പേരറിയത്തില്ല ക്ലിയറായിട്ട്. ആ മെഷീനും കണ്ടായിരുന്നു. കാണിച്ചു തരാം എവിടെ ഉണ്ട്. इसमें साड़ी बनाने का मशीन है ना? സാരി ഇവിടെ അമ്മ പറഞ്ഞത് ഹാൻഡ്ലൂം മെഷീനാണ്. अच्छा है क्लॉथ का. ठीक है. ഇവിടെ ഉള്ള ആടൊക്കെ കാണാൻ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ലൈക്ക്
എൻ്റെ ലെഗൊക്കെ ചെറുതാണ്. ഇത് വളർന്ന ആടെന്നാണ് തോന്നുന്നത്. ബട്ട് കാലൊക്കെ ഭയങ്കര ചെറുതാണ്, ചെറിയ സൈസിലാണ് ഉള്ളത്. ഇവിടെ ഡക്കും ഉണ്ട്, താറാവും. എല്ലാ സ്ഥലത്തിലും ഇത് കണക്കിലെ കുളം കാണാൻ സാധിക്കും ഈ വില്ലേജിൽ. ഈ വില്ലേജിലല്ല, ഏകദേശം ആസാമിലുള്ള എല്ലാ വില്ലേജിലും ഇത് കണക്കിൽ കാണാൻ സാധിക്കും. സോ 2 സൈഡും കുളമാണ്. ഇവിടെ നിന്ന് അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് കുളിക്കാൻ വേണ്ടി വരണം തിരിച്ച്. സോ ഫുള്ളായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നെ മാത്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ഫേസ് കളറിലും പിന്നെ സംസാരിക്കുന്ന രീതിയിലും ഒക്കെ നോക്കുന്നുണ്ട് ഡിഫറെൻ്റായിട്ട്. അങ്ങനെ ഫുഡ് തന്നിട്ടുണ്ട് എനിക്കും ആ പയ്യനക്കും. ഓക്കെ, താങ്ക് യു. ഈ അമ്മയാണ് തന്നത്. ദാള് ദാള് എഗ് ഫ്രൈ, റൈസ്, ചാവൽ. ഇനി കഴിക്കാൻ വേണ്ടി പോവുക. സോ അങ്ങനെ ചായ കുടിക്കാൻ വന്ന് എൻ്റെ ഫ്രണ്ട് വന്ന് എക്സാം എഴുതാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലാണ് തിരിച്ച് അവൻ എക്സാം എഴുതാൻ പോയി. പിന്നെ അവൻ്റെ 2 മണിക്കൂറോ 3 മണിക്കൂറോ എന്താ എക്സാം. അവൻ്റെ സിറ്റിയൊക്കെ കറങ്ങി നോക്കുക എന്തൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. ഓയിൽ, കുക്കിംഗ് ഓയിൽ, ഷാമ്പു, പിന്നെ കടല, ഇങ്ങനെ കുറേ ചെറിയ ഐറ്റം മസാല ഒക്കെ പർച്ചേസ് ചെയ്തായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടി. സോ ഇത് 10 രൂപ വെച്ചിരിക്കുക. സോ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് പിന്നെ എക്സാമൊക്കെ തീർന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. വരാൻ മാട്ടേക്ക് വരുന്നില്ലല്ലോ. ഓക്കെ മതി. സോനക്ക് വേണ്ടി റൈസ്, ഫോർ മീ സ്പെഷ്യൽ ചിക്കൻ കറി ആൻറ്റിയാണ് ഉണ്ടാക്കിയത്. സ്പെഷ്യലായിട്ട് ചിക്കൻ കറി, പിന്നെ ദാൾ. ഇതെന്തോ ബ്രിഞ്ചാൾ വെച്ച് ഉണ്ടാക്കിയ ഐറ്റമാണ്. ഗർമേ ഇവിടെ ഉള്ള സിസ്റ്റമൊക്കെ കൊള്ളാം. ഞാൻ തിരിച്ചും വീട്ടിലെത്തി. തിരിച്ച് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു, ചിക്കൻ കറി വെച്ച് അത് കഴിച്ചായിരുന്നു. അതിൻ്റെ ശേഷം ഒന്ന് ഡൈജസ്റ്റ് ആകാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. സോ ഈ പോണ്ട്, ഈ കുളം നിറഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളം വന്ന് ഈ സൈഡ് വയലിലോട്ട് കയറിപ്പോവും. അങ്ങനെയുള്ള സിസ്റ്റമാണ്. मेरे को हिंदी थोड़ा थोड़ा आती है, असमीज आती नहीं है. असमीज आता नहीं. हाँ, मैं घूमने के लिए आएगा इधर पूरा नॉर्थ ईस्ट. उसका घर में आएगा. अच्छा है गाउन. हाँ, असमीज नहीं आती. ഇപ്പോൾ അക്കൂടി നിന്ന ആൾക്കാരനോട് ചോദിച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് നടക്കുക. ആക്ച്വലി
കുറേ ദിവസം കളിച്ച് വയറ് ഫുള്ളായിട്ടുണ്ട് എനിക്ക്. ആക്ച്വലി 4-5 ഡേയ്സിൻ്റെ ശേഷമാണ് നീറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് 3 ടൈംസ്. രാവിലെ ഇച്ചിരി കഴിച്ചായിരുന്നു, പിന്നെ ഉച്ചയ്ക്കും കഴിച്ചായിരുന്നു, പിന്നെ ഇപ്പോഴും കഴിച്ചായിരുന്നു. ഇപ്പം മണി 4 മണിയായി. ഉച്ചയ്ക്ക് 12:30 കഴിച്ച് ഇവിടെ തന്നെ കഴിച്ചത് ഫുഡൊക്കെ. പിന്നെ തിരിച്ചും ഇവിടെ തന്നെ 4 മണിയാകുമ്പോൾ ഡിന്നർ കഴിച്ചായിരുന്നു. 4 മണിക്ക് ഡിന്നർ കഴിച്ച് ഇനി ഇവിടെ നിന്ന് സിറ്റിക്ക് പോവുക. 5 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഗൗഹാത്തി സിറ്റിയിലോട്ട് ഒന്ന് കയറണം. സോ അവിടെ പോയിട്ട് അവിടെ ഈ പയ്യൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ സ്റ്റേ ചെയ്യണം. അമ്മേൻ്റെ റൂമൊക്കെ അവിടെ ഉണ്ട്. സോ അവിടെ പോയി സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. സോ വീട്ടിലുണ്ട് ഇടാൻ പോവുകയാണ്. അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഗൗഹാത്തി പോകണം. ഇച്ചിരി ദൂരമുണ്ട്, 40 കിലോമീറ്റർ എന്തോ അടുപ്പിച്ചുണ്ട്. സോ ഇപ്പോൾ ഇറങ്ങിയാൽ തന്നെ അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി പോകാൻ കറക്റ്റായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ബൈ ബൈ. ഹലോ, ബൈ. അപ്പോൾ എൻ്റെ വീട്ടിലെന്നെ ഇറങ്ങി അവൻ്റെ കൂടെ ഗൗഹാത്തി സിറ്റിയിലോട്ട് പോയി. പിന്നെ അവിടെ അവൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. സോ അവിടെ പറഞ്ഞ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല, വേറെ ആൾക്കാരത് ഉറങ്ങാറുണ്ട്. പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.